എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. അപ്പോൾ ഇടുക്കിക്കാരൻ അച്ചായൻ വ്ളോഗ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തൂവൽ വെള്ളച്ചാട്ടം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് തൂവൽ വെള്ളച്ചാട്ടം ഉള്ളത്. നമുക്ക് തോപ്രാംകുടി വഴിയും തൂവൽ വെള്ളച്ചാട്ടത്തിലോട്ട് വരാം, നമ്മുടെ ചിന്നാർ വഴിയും മേലച്ചിന്നാർ വഴിയും നമുക്ക് തൂവൽ വെള്ളച്ചാട്ടത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ചെറിയൊരു ബോർഡ് കാണാൻ സാധിക്കും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്, അതായത് മാലിന്യം കാര്യങ്ങളൊന്നും ഇടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബോധവൽക്കരണം പോലത്തെ ഒരു ബോർഡാണ്. അപ്പം ഇതിൽ നേരെ താഴോട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമുക്കിനി താഴോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ ഒരു ചെറിയ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും, തൂവൽ വെള്ളച്ചാട്ടം. തൂവൽ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ പണ്ട് ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അതിന് മുമ്പ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ സൂക്ഷിച്ച് അല്ല പോകുന്നത് കൊണ്ടും ഇവിടെ ഭയങ്കര അപകടങ്ങൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാൻ. ഈ താഴോട്ടൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിലും രണ്ട് സൈഡും നല്ല രീതിയിൽ സുരക്ഷാ വലയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബട്ട് ഭയങ്കരമായിട്ട് തെന്നി കിടക്കുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ് ഈ തൂവൽ വെള്ളച്ചാട്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പാറകളായതുകൊണ്ട് ഫുള്ള് തെന്നലും കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടലെന്നൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതും നമ്മുടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയാണ് ഈ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കുറേ ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലം കടന്ന് വേണം നമുക്ക് കുറച്ച് പോകാൻ. ശരിയായിരിക്കും കേട്ടോ, ആ വെള്ളച്ചാട്ടത്തിലോട്ട് വെള്ളം ചാടുന്നതിൻ്റെ അങ്ങനെ നമ്മൾ പതിയെ ആ ഒരു പാലം ക്രോസ് ചെയ്ത് നമ്മൾ പോവാണ്. നല്ല കാറ്റാട്ടോ. ഇവിടെ ആണെങ്കിലും അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വരുന്നില്ല. കപ്പിൾസിനാണേലും ഫോട്ടോഷൂട്ടിനാണേലും അടിപൊളി ഒരു പ്ലേസാണ്. എൻ്റെ മോനെ ഹെലിക്കാമുണ്ടെ കിടുക്കും അല്ലേടാ. ഇതിലാണ്ട് ഇറങ്ങിപ്പോകുന്നൊരു വഴി നമ്മൾ അവിടെയായിട്ട് ഇതേ സെയിം ബോർഡ് കണ്ടു, തൂവൽ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് എന്നാണ്. അതായത് അരുവിയിലെ മനോഹരമായ കാഴ്ചകളും കണ്ണിന് മാനസികവും കൗതുകവും ഇമ്പവും കുളിർമയും പകരുന്നതാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ബി കെയർഫുള്ളായിട്ട് വേണം താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ളത്. എന്നാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുളിക്കാനോ ഒക്കെ പണ്ട് ആൾക്കാരിറങ്ങിയപ്പോൾ ഇവിടെ മരണം വരെ സംഭവിച്ചതുകൊണ്ട് നല്ല രീതിയിൽ പേടിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് വെള്ളച്ചാട്ടം. അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഈ കാര്യത്തിൽ. പണ്ടൊക്കെ യക്ഷീനെയൊക്കെ തറച്ചേക്കുന്ന ഇപ്പോട്ട് വരത്തേലായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല. രാത്രിയിലെങ്ങാനും വന്ന് നോക്കിയാൽ ചിലപ്പോൾ വല്ലതൊക്കെ കാണാൻ സാധിക്കും. ഇത് പാൽമരം അല്ലല്ലോ ഗൈസ്, വേറെ വാട്ടയുണ്ടെന്ന് തോന്നുന്നു. കമാൺ. തൂവൽ വെള്ളച്ചാട്ടം നോക്കൂ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇവിടുത്തെ ആ ഒരു കാഴ്ച കാണാൻ. നല്ല മഴയാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ വെള്ളം അടിച്ച് കയറുന്ന ആ ഒരു ഫീല് കിട്ടും. നല്ല വെള്ളത്തിൻ്റെ ആ ഒരു അലയട്ടി ശബ്ദവും ആ ഒരു മുഴക്കവും എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം കുടിയിരിപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തൂവൽ വെള്ളച്ചാട്ടം. ആ ഒരു പ്ലേസിലാണ് ആ പിള്ളേർ അന്ന് കുളിക്കാനായിട്ട് ഇറങ്ങിയത്. അവിടെയാണ് ആ ഒരു അപകടം നടന്നത്. അവിടെ ചെറിയൊരു ചുഴിയോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവിടുത്തെ ആ ഒരു കാഴ്ച. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. ഇവിടെ മൊത്തം പായലും കാര്യങ്ങളൊക്കെയാണ്.
അധികം കാഴ്ചക്കാരും ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുക, പോവുക. അല്ലാതെ അവിടെ ചെന്ന് കുളിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ അപകടത്തിലോട്ട് പോകുന്നത്. വെറുതെ നമ്മൾ അപകടം വിളിച്ചു വരുത്തേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ട് വേണം ഇവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ. പിന്നെ താഴോട്ടൊക്കെയാണ് പോയി കഴിഞ്ഞാലും ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ ആണെങ്കിലും രക്ഷിക്കാനാണെങ്കിൽ പോലും ഒരാൾ പോലും ഇല്ല, വളരെ ആൾ കുറവാണ്. നേരത്തെയൊക്കെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരുള്ള സമയത്താണ് ഈ അപകടം കൂടുതലും ഉണ്ടാകുന്നത്. ആൾക്കാർ നമ്മളെ പ്രേരിപ്പിക്കും, നമ്മളത് ചെയ്യും. അങ്ങനെയാണ് ഓരോ അപകടങ്ങളും നമുക്ക് വരുത്തി വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു തെന്നലാട്ടോ. ആ ഒരു ബാഹുബലി സിനിമയൊക്കെ പിടിച്ച കൂട്ടുന്ന ഒരു പ്ലേസ്. എൻ്റെ മോനെ ചീടു. ഇതാണ് നമ്മുടെ ഈ തൂവൽ വെള്ളച്ചാട്ടത്തിലെ ആ ഒരു മനോഹരമായ ഒരു കുറേ കാഴ്ചകൾ. കാണുന്നൊക്കെ കൊള്ളാം, എന്നാൽ സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാൻ. തീർന്നു. എൻ്റെ മോനെ കൊക്ക. ഫോൺ താഴെ പോയി. ആ ആ ഫോൺ ഏതാ എത്തോ? അയ്യോ ഫോൺ പോയടാ. ആ എടാ ഇവിടുന്ന് തട്ടി താഴോട്ട് പോയല്ലേ? അയ്യോ അവിടെ പോണ്ട, അപകടം.